ഇടില്ല വണ്ടി ഇത് മതി. എന്താടാ നീ കിടന്ന് അലറിക്കൊണ്ടിരിക്കണം? നിനക്കൊരു ലോട്ടറി അടിച്ചത്? എടാ ഞാൻ പുതിയ വണ്ടി എടുക്കാൻ പോകണ്ട, ജീപ്പിന്റെ കോമ്പസ് ഇതാ കണ്ട. എന്താടാ? അടാ അത് പിന്നെ എടാ നിന്റെ അടുത്ത് ആരടാ പറഞ്ഞ വണ്ടി കൊള്ളാന്ന്? പറ, ആര് പറഞ്ഞേ? എടാ വണ്ടിക്ക് ഒട്ടും സേഫ്റ്റി ഇല്ലടാ, മൈലേജ് ഇല്ല, വെറും ഓവർ വണ്ടി. എനിക്ക് ഇഷ്ടമില്ലാത്ത വണ്ടിയാണ്. അത് മാത്രമല്ല എത്ര പേര് പിടിച്ചിട്ടുണ്ടെന്ന്. എത്ര പേര്? കുറേ പേര് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇതാണ്, ഭയങ്കര സേഫ്റ്റി. ഞാൻ പറയാണ്, ഞാൻ നെഗറ്റീവ് പറഞ്ഞല്ല, പക്ഷെ ഭയങ്കര കുഴപ്പം. നീ എടുക്കണ്ട, നീ എടുക്കാതെ നീ ചാവും 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 ചാവും. എന്താ എനിക്ക്? എടാ ഞാൻ നിന്റെ സേഫ്റ്റിനോർത്ത് മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. നീ ശരി ഞാൻ എടുത്തോ, നിന്റെ ഇഷ്ടം. പക്ഷേ നിന്റെ മരിച്ചിട്ട് നിന്റെ സഞ്ചാരത്തിനൊന്നും ഞാൻ വരത്തില്ല കേട്ടോ. ഭയങ്കര വിഷമം. ചേട്ടാ ചേട്ടാ ഇവിടെ നിന്നാണ് മോഷ്ടിക്കാൻ പോണത്? ചേട്ടാ എന്തിനാണ് ചേട്ടാ ഈ പാവങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം? ഇവർക്കുള്ള ഫുഡ് പോലും ഇല്ല, അത്രയ്ക്ക് കഷ്ടമാണ്. അത് മാത്രമല്ല ചേട്ടാ, ഈ കുടുംബം ഭയങ്കര കടത്തിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടൻ കയറി ഇങ്ങനെ മോഷ്ടിച്ചാൽ എങ്ങനെ ശരിയാവും ചേട്ടാ? ഇതൊക്കെ ഭയങ്കര തെറ്റാണ് ചേട്ടാ. ഞാൻ നെഗറ്റീവ് പറയണതല്ല, പക്ഷേ ഇവരുടെ നൈബേഴ്സ് മാത്രം ആയിക്കൊണ്ടല്ല, ചേട്ടൻ നല്ലതും കൂടെ ആയിക്കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും പാവപ്പെട്ട ആൾക്കാരെ വീട്ടിൽ നിന്നൊക്കെ മോഷ്ടിക്കണമെന്ന് നല്ല നല്ല പൈസയുള്ള ആൾക്കാരല്ല ചേട്ടാ. അവരെ ഇങ്ങനെ എന്തിനാണ് ചേട്ടാ പോയി? ഞാൻ നെഗറ്റീവ് പറയണതല്ല, ചേട്ടൻ്റെ നന്മയോർത്ത് മാത്രമാണ്. ചേട്ടാ നല്ലവനാ, നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ഇല്ല ചേട്ടാ. എന്തിനായിരുന്നു മോനെ? നീ 20 രൂപ പിടിക്ക്, എന്നിട്ട് ഇത് നീ ആ കുടുംബത്തിനുണ്ട് കൊടുക്കണം. എന്നിട്ട് നീ പറയണം, ഒരു കള്ളൻ്റെ കാരുണ്യമാണ്. നീ പറക്കാതെ പറയണ പോലെ. ഞാൻ ഇന്നും പോസിറ്റീവ് കാരണം, എൻ്റെ പോസിറ്റീവ്സിന് കാരണം ഒരു 20 രൂപയും കൂടെ കിട്ടി. ഞാൻ ഇതുവരെ നെഗറ്റീവ് പറഞ്ഞേയില്ല. ഇങ്ങനെ പോയാൽ ഞാൻ ഒരു മാസം 1 ലക്ഷം ഉണ്ടാകും.